എറണാകുളത്ത് ക്ഷേത്രപരിപാടിയിൽ നിന്ന് നടൻ ദിലീപ് പിന്മാറി. എറണാകുളത്ത് അവൻ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ ഉദ്ഘാടന ചടങ്ങ് നാളെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നടൻ ദിലീപ് പിന്മാറിയത്. ദിലീപിനെ പങ്കെടുപ്പിക്കുന്നതിൽ സമൂഹ മാധ്യമങ്ങളിൽ എതിർപ്പുണ്ടായെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പ്രതികരിക്കുകയും ചെയ്തു. അങ്ങേര് ഒഴിവായതാണ്. കാര്യം അങ്ങേര് സ്ഥിരമായിട്ട് ഈ അമ്പലത്തിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ എന്താ പറയുക, ക്ഷേത്രത്തിൻ്റെ കൂപ്പൺ ഉദ്ഘാടനം കുറച്ചും കൂടി ജനകീയമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പുള്ളിയുടെ അടുത്ത് ചോദിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്ന് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാമെന്ന് പുള്ളി സമ്മതിക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് ഈ സോഷ്യൽ മീഡിയയിൽ പുള്ളിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പുള്ളി തന്നെ സ്വയം മാറിയായിരുന്നു. പിന്നെ ദേവസ്വം ബോർഡ് വിളിച്ച് പറഞ്ഞു ഭക്തജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കണം എന്നുള്ള കാര്യം പുള്ളി അവർ നിഷ്കർഷിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ ദിലീപ് പറഞ്ഞിരിക്കാം. അതുകൊണ്ടായിരിക്കാം പുള്ളി പറഞ്ഞു ഞാനൊരു വിവാദങ്ങളിലേക്കില്ല തൽക്കാലം, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പുള്ളി പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു. പറയുന്നു നിതിൻ. നാളെ വൈകിട്ട് 6:30-ക്കാണ് ദിലീപ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. ജനുവരിയിൽ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തെ ഉത്സവം നടക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു കൂപ്പൺ വിതരണം ഉദ്ഘാടനം ദിലീപിനെ വെച്ച് നിശ്ചയിച്ചത്. പക്ഷേ ഈ ഒരു പോസ്റ്റർ പുറത്തുവന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ എതിർപ്പ് നിന്നും ഉയർന്നിരുന്നു. ക്ഷേത്രത്തിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും വലിയ എതിർപ്പ് ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് സമൂഹ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയും ആയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദിലീപ് ഈ ഒരു വിവാദം അറിഞ്ഞതോടുകൂടി തന്നെ സ്വയം പിന്മാറുകയായിരുന്നു. ഇന്നലെ ക്ഷേത്ര ഭാരവാഹികളോട് ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തി താൻ പരിപാടിക്ക് വരുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു എതിർപ്പ് ഉയർന്നൊരു സാഹചര്യത്തിൽ, വിവാദമായ സാഹചര്യത്തിൽ തന്നെ ഒഴിവാക്കണം എന്നൊരു ആവശ്യമാണ് ദിലീപ് മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ദിലീപ് ഈ പരിപാടിയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. നാളെ നിശ്ചയിച്ച പരിപാടി മറ്റന്നാൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തന്ത്രി തന്നെയാണ് ഇപ്പോൾ കൂപ്പൺ വിതരണം ഉദ്ഘാടനം ചെയ്യുക. ജനുവരിയിലാണ് ഇവരുടെ ഉത്സവം നടക്കാനിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദിലീപ് ഈ ഒരു ക്ഷേത്രത്തിൽ സ്ഥിരമായി ദർശനം നടത്തുന്ന ഒരാളാണ്. മാത്രമല്ല ഈ വിധിക്ക് ശേഷം ദിലീപ് ഇവിടെ വന്ന് ദർശനം നടത്തിയിരുന്നു. എന്തായാലും ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിക്ക് പിന്നാലെ വലിയ പ്രതിഷേധം ദിലീപിനെതിരെ വിവിധ കോണിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ദിലീപ് ഇപ്പോൾ ഈ ഒരു പരിപാടിയിൽ നിന്ന് ഉദ്ഘാടന പരിപാടിയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.